ഹലോ ഫ്രണ്ട്സ്, അമ്മച്ചിയുടെ രുചി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തക്കായ കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയാലോ? സദ്യക്കൊക്കെ വിളമ്പുന്ന ശർക്കര വരട്ടിയും ഉപ്പേരിയും, അതുകൂടാതെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ചിപ്സും. ഞാനിവിടെ 3 കിലോ ഏത്തക്കായ എടുത്തിട്ടുള്ളത്. ഈ ചിപ്സ് ഉണ്ടാക്കുന്നതിന് നമുക്ക് കായയുടെ അളവൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് എത്രയാണ് ചിപ്സ് വേണ്ടത് അത്രയും എടുക്കാം. കായ് തൊലി കളയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എണ്ണ വരട്ടെ, എന്നാൽ കയ്യിൽ അങ്ങനെ കറ പിടിക്കുകയില്ല. കായ് പൊളിച്ചിടാൻ വേണ്ടി ഞാനിവിടെ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കായയുടെ കറ വേഗം പോകാൻ വേണ്ടിയിട്ടാണ് അത്. ഇനി നമുക്കിത് മൊത്തം പൊളിച്ച് ഈ വെള്ളത്തിലോട്ടിടാം. ഇതിനായിട്ട് ആദ്യം കായയുടെ 2 അറ്റവും മുറിച്ച് കളയണം. അതിനുശേഷം 2 വശവും വരഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മുടെ കത്തിയുടെ മുന കൊണ്ട് പതുക്കെ ഒന്ന് തിക്കി കൊടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. നല്ല കൂർത്ത അഗ്രമുള്ള പിച്ചാത്തിയോ കറിക്കത്തിയോ ഒക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഒരു വശം പൊളിച്ച് കിട്ടിയാൽ പിന്നെ അടുത്ത വശം നമുക്ക് വേഗം കൈ കൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റും. ചിപ്സ് ആക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പണിയൊന്നും അല്ല. പക്ഷേ ഇച്ചിരി ക്ഷമ വേണം. കുറച്ചധികം സമയം നമ്മളതിനായിട്ട് മെനക്കെടുത്തേണ്ടി വരും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിപ്സ് അവരെത്രയോ കാലം ഒരേ എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചിപ്സിന് നല്ല വിലയും ഉണ്ടല്ലേ. ഞാനിവിടെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയെ എടുത്തിട്ടുള്ളൂ. അത് തന്നെ മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല, ബാക്കി ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള ചിപ്സും ഉണ്ടായിരുന്നു. തൊലി പൊളിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. അങ്ങനെ എല്ലാ കായും ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. പണ്ടൊക്കെ കല്യാണ വീടുകളിൽ തലേന്നത്തെ ഒരു കറിയായിരുന്നു വൻപയറും ഈ കായുടെ തൊലിയും വെച്ചിട്ട്. എല്ലാ വീടുകളിലും ചിപ്സ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ തൊലി കളയാതെ വൻപയറും കൂട്ടി തോരൻ വെക്കുമായിരുന്നു. ഞാനിത് ഉപ്പിട്ട വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി വെള്ളത്തിലൊന്നും കഴുകിയല്ല. ഈ ഒരു വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് പിന്നെ ഒരു വെള്ളത്തിലോട്ട് അരിഞ്ഞിടും, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ആദ്യമായിട്ട് ഞാൻ ശർക്കര വരട്ടിക്കുള്ളതാണ് അരിയുന്നത്. കായ് നടുവേ കീറിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് അളവൊന്നും പറയാൻ എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാ ഈ അളവിന് അരിഞ്ഞെടുത്താൽ മതി. ഒത്തിരി വലുപ്പമായാൽ ഉള്ളു ശരിക്കും മൂത്ത് കിട്ടിയല്ല. നമ്മൾ ഈ വലുപ്പത്തിൽ ചെയ്താൽ തന്നെ ശർക്കരയെല്ലാം ചേർത്ത് കഴിയുമ്പം ശർക്കരയുടെ കോട്ടിംഗ് ഒക്കെ വരുമ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ വലുപ്പം തന്നെ ഉണ്ടാവും ഇതിന്. ശർക്കര വരട്ടിക്ക് ആവശ്യമുള്ളത്രയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലോട്ടിടാം. ഇതിൻ്റെ വെള്ളം കുറച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പേരിക്കുള്ളതും കൂടെ അരിഞ്ഞു വെക്കാം. എന്നിട്ടിത് വറക്കാൻ തുടങ്ങാം. നേരത്തെ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഞാൻ പുതിയ വെള്ളം എടുത്തിട്ടാണ് ഉപ്പേരിക്ക് ഉള്ളത് അരിഞ്ഞെടുക്കുന്നത്. ഉപ്പേരിക്ക് ഇതേ അളവിൽ തന്നെയാണ് ഞാൻ നുറുക്കുന്നത്, പക്ഷേ 4 മുറിച്ചിട്ടാണ്. നേരത്തെ നമ്മൾ ശർക്കര വരട്ടിക്ക് 2 കീറിയിട്ടല്ല, ഇത് 4 കീറിയിട്ടാണ് പിന്നെ അരിഞ്ഞെടുക്കുന്നത്. ഞാൻ ശർക്കര വരട്ടിക്കും ഉപ്പേരിക്കും കുറേശ്ശേ അരിഞ്ഞെടുത്തിട്ടുള്ളേ. ബാക്കി മൊത്തം ചിപ്സ് ആക്കുക ചെയ്തത്. പിള്ളേർക്ക് അതാ കൂടുതൽ ഇഷ്ടം. ഉപ്പേരിക്ക് ആവശ്യത്തിനുള്ള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചീനച്ചട്ടി ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായോ എന്ന് നോക്കാമല്ലോ. ചീനച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലുള്ളൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നാൾ വെക്കാൻ പറ്റിയല്ല. അന്നേരത്തേക്കും അത് കനച്ചു പോവും. ഞാൻ ആ വെള്ളത്തിൽ കിടക്കുന്ന കായെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കട്ടെ. ഒത്തിരി നേരം വെള്ളത്തിൽ കിടന്ന് അത് മരവിച്ചു പോകും. എണ്ണ ചൂടായോ എന്നറിയാൻ നമുക്കതിലേക്ക് ഒരു കഷ്ണം ഇട്ട് നോക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തം ചിപ്സും ഇട്ട് കൊടുക്കാം. അതായത് ശർക്കര വരട്ടിക്കുള്ളതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ശർക്കര വരട്ടിയിൽ നമ്മൾ മധുരം ചേർക്കുന്നത് കൊണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം അത് വറുത്തെടുക്കാം. ശർക്കര വരട്ടിക്കുള്ളത് ഒരു പ്രാവശ്യം ഇടാനേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഉപ്പേരിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്ന് ആ അരിപ്പ പാത്രത്തിലോട്ട് ഊറ്റി വെച്ചു.
നമ്മൾ ഈ കായ എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇടാൻ കേട്ടോ. അതൊക്കെ നല്ല പോലെ ഒന്ന് തിളയ്ക്കുന്നവരെ നല്ല തീയിൽ തന്നെ വെക്കണം. അതിനുശേഷം തീ കുറച്ചിട്ടാൽ മതി. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലേ എല്ലാ കായും ഒരേപോലെ വേകുള്ളൂ. തീ കൂടുതലായാൽ അതിൻ്റെ പുറം ഭാഗം വേഗം മൂത്തതുപോലെ തോന്നും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാകുകയല്ല. നമ്മളിത് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞപാട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ഇച്ചിരി കട്ടിയിലരിഞ്ഞുകൊണ്ട് കുറച്ചധികം നേരം അടുപ്പത്ത് വെക്കേണ്ടി വരുവേ. നമ്മുടെ ശർക്കര വരട്ടിക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കണം, ഉള്ളൊക്കെ വെന്തോന്നറിയാൻ. എന്നിട്ട് വേണം കോരി മാറ്റാൻ. നമ്മൾ ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിലല്ലേ ഇട്ടുകൊണ്ടിരുന്നത്. ഇനി ഇത് കോരാനാവുമ്പോഴത്തേക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നാലേ ചിപ്സ് കല്ലിച്ചു പോകാതിരിക്കുള്ളൂ. എനിക്ക് കിട്ടിയത് ചെറിയ കായായിരുന്നെങ്കിലും നല്ല മൂത്തതായിരുന്നു. അതുകൊണ്ട് കണ്ടില്ലേ, നമ്മൾ മഞ്ഞളൊന്നും ഇടാതെ തന്നെ നല്ല മഞ്ഞ നിറം വന്നിട്ട് കണ്ടില്ലേ. അതെല്ലാം കോരി മാറ്റി ഇനി നമുക്ക് ഉപ്പേരിക്കുള്ളത് വറുത്തെടുക്കണം. നേരത്തേതുപോലെ തന്നെ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിടാൻ. നല്ലപോലെ എണ്ണയൊക്കെ ഇടുന്നത് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം. ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും ഇതിനാവശ്യമായ മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുക്കണം. ഒരു പാത്രത്തിലേക്ക് അല്പം മഞ്ഞളും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി അവിടെ വെച്ചാൽ മതി. എന്നിട്ട് ഇതിനാവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോ പ്രാവശ്യവും സെപ്പറേറ്റ് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പക്ഷേ കലക്കി വെക്കാറൊന്നുമില്ല. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ 1/2 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോ പ്രാവശ്യവും ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെടുത്തൊന്ന് പൊട്ടിച്ച് നോക്കണം കേട്ടോ, ഉള്ളൊക്കെ ശരിക്കും വെന്തിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ കുറച്ച് നേരവും കൂടി അടുപ്പത്ത് വെക്കണം. 1 മിനിറ്റ് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിത് അരിപ്പ പാത്രത്തിലോട്ട് മാറ്റാം. ഇത് കണ്ടോ, ഇത്രയും വറുത്തിട്ടും എണ്ണ ഒത്തിരി ബാക്കിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത് നമുക്ക് അധികം എണ്ണയൊന്നും ചിലവാകുകയല്ലെന്ന്. നിങ്ങൾക്ക് ഇത് എണ്ണ കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 ലിറ്റർ എടുത്താൽ മതി. പക്ഷേ അന്നേരം നമ്മൾ ഒത്തിരി നേരം ചെയ്യേണ്ടി വരും. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒത്തിരി നേരം ഇത് വറുത്തെടുക്കേണ്ടി വരും. ഇനി നമുക്ക് സാധാരണ കടയിൽ കിട്ടുന്ന ചിപ്സ് ഇല്ലേ, അതുണ്ടാക്കിയെടുക്കാം. ഞാനതിനു വേണ്ടി ഡയറക്റ്റായിട്ട് ഈ എണ്ണയിലോട്ട് അരിഞ്ഞിടുക ചെയ്യുന്നത്. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എണ്ണ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളൊരു പേപ്പറിലോട്ട് കായ അരിഞ്ഞിട്ടിട്ട് അത് നിരത്തി വെക്കണം, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. നമ്മൾ വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ടാലും അതെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇടാനുള്ളത് ഒരു പേപ്പറിൽ അരിഞ്ഞ് നിരത്തി വെക്കണം. അത് നമ്മൾ ഇട്ട് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് അരിഞ്ഞു വെക്കാം. ഇത് നമ്മൾ തീരെ കട്ടി കുറച്ചല്ലേ അരിയുന്നത്, അതുകൊണ്ട് തന്നെ വേഗം മൂത്ത് കിട്ടും. ഉപ്പൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രാവശ്യവും ഒഴിച്ചു കൊടുക്കണേ. ചിപ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നോക്കിക്കേ, നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജോലിയും കൂടെ ബാക്കിയുണ്ടല്ലേ, നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കണ്ടേ. അതിനായിട്ട് നമുക്ക് ആദ്യം വെല്ലം ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 3 കഷ്ണം വെല്ലം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി വെള്ളമായാൽ നമ്മൾ പിന്നെ അത് വറ്റിച്ചെടുക്കാൻ പണിയല്ലേ. ഉരുക്കിയ വെല്ലം ഒരു ചുവട് കട്ടിയുള്ള ഒരു പരന്ന പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു നൂൽ പരുവമാകുന്നത് വരെ നമുക്ക് ഇളക്കണം. എന്നാലേ നമുക്ക് നൂൽ പരുവമായാലേ ഇതിലോട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഉരുക്കണ്ടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത്രയധികം നേരം ഇത് ഇളക്കി വറ്റിക്കണ്ടേ. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു ക്രിസ്പിനെസ് കിട്ടാനും പിന്നെ ഇതിൻ്റെ ഡാർക്ക് കളറ് മാറാനും. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണേ. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി ഇത് നൂൽ പരുവമായോ എന്നറിയാൻ വേണ്ടി നമുക്ക് അതിലൊന്ന് തൊട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ടൊന്ന് അമർത്തി നോക്കിയാൽ മതി. അപ്പോൾ ഒരു നൂല് പോലെ വലിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പരുവം. കണ്ടോ, തൊട്ട് നോക്കുമ്പം വലിഞ്ഞു വരുന്ന കണ്ടോ, ഇത് ശരിക്കും പാകമായി. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ തീ കുറച്ചിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം, ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി.
ഞാനിവിടെ ചുക്കും ജീരകവും ഏലക്കയും ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുക്കിൻ്റെ രുചിയാണ് ശർക്കര വരട്ടിയിൽ കൂടുതലായിട്ട് വരുന്നത്. ഏലക്കയും ജീരകവും ഇല്ലെങ്കിലും സാരമില്ല, ചുക്ക് നല്ലപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം, എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരയെല്ലാം ആ ചിപ്സിലോട്ട് നല്ലപോലെ പിടിച്ചല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ശർക്കര വരട്ടി ഇങ്ങനെയൊന്നും അല്ല അല്ലേ, ഒന്നൊന്ന് തൊടാതെയല്ലേ ഉള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം ചിലരൊക്കെ ഉണ്ടല്ലോ അരിപ്പൊടി വറുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയത് അരി വറുത്ത് പൊടിച്ചെടുക്കുന്നത് ചേർക്കുമ്പോഴാണ്. ഈ അരിപ്പൊടി എടുക്കുന്നതിന് അങ്ങനെ ഒരു പ്രത്യേക അളവൊന്നും പറയാനില്ല. നമുക്കിത് ശർക്കര വരട്ടിയുടെ ഒരു പാകം ആകുന്നത് വരെ കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ശർക്കര വരട്ടി ഉണ്ടാക്കാറ്, അരിപ്പൊടി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മാത്രമേ ഇത് ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വേറെ വേറെ കിടക്കുള്ളൂ. കണ്ടില്ലേ, നോക്കിക്കേ, ശർക്കര വരട്ടി റെഡി ആയില്ലേ, കണ്ടോ? ഒന്നും ഒട്ടാതെ വേറെ വേറെ കിടക്കുന്ന കണ്ടില്ലേ? എത്ര എളുപ്പമല്ലേ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.